ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആന്റണി സച്ചി ബാറിൽ പോയിട്ട് കുടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കി എഡിറ്റ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചി കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരോടും പറയുന്നുണ്ടെങ്കിൽ പോലും ആരും സച്ചിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. എന്തിന് രവി പോലും നമ്മുടെ സച്ചിയെ മനസ്സിലാക്കാത്ത വിഷമത്തിൽ നിൽക്കുന്ന സച്ചിയെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചി വീട്ടിലാരും പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ. ആ വിഷമത്തില് നേരെ കാർ ഷെഡിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ പറയാണ് കേട്ടോ, കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ എത്ര തവണ പറഞ്ഞു എന്നറിയോ, പക്ഷെ ആരും കേൾക്കുന്നില്ല. എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കുടിയനാക്കിയില്ലേ, നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കുടിയാന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങി. ഇതെല്ലാം പറയുമ്പോ ഫ്രണ്ട്സ് ഇങ്ങനെ സച്ചിയെ നോക്കുവാണ് കേട്ടോ. എന്താടാ നിങ്ങളെല്ലാവരും നോക്കുന്നത് കണ്ടിട്ട് ഞാൻ കുടിക്കുന്നവനല്ലേ, അപ്പോ കുടിയനല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് സച്ചിയെ അങ്ങനെ വിചാരിക്കുന്നത്? നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരും കുടിയന്മാരൊന്നും അല്ലല്ലോ. ഞങ്ങളെല്ലാവരും ആഴ്ചയിൽ 1-2 തവണയൊക്കെ കുടിക്കാറുള്ളൂ. എന്നാൽ ഞങ്ങൾ അത്ര പോലും നീ കുടിക്കാറില്ലല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ, അതേടാ, പക്ഷേ അത് മറ്റാർക്കും അറിയില്ലല്ലോ. ഞാൻ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നടാ. ട്രിപ്പ് കയറിയ ആൾക്കാര് പാതി വഴിയിൽ ഇറങ്ങിപ്പോയി. അപ്പോ എനിക്ക് അറിയില്ലായിരുന്നു എന്തിനാ പോയെന്നുള്ള കാര്യം. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഇത്രയും വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് കാർ ഓടിക്കുന്ന നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് സച്ചി പറയുന്നത്. ട്രിപ്പിന് പോകുന്ന സമയത്ത് നീ ഒരിക്കലും കുടിച്ചിട്ടില്ല, അതുപോലെ പകൽ നീ ഇതുവരെ കുടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ശരത്തിന്റെ ആ പ്രശ്നത്തിന്റെ സമയത്തായിരുന്നല്ലോ നീ ഒരു തവണ പകൽ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് നീ കാർ ഓടിക്കാൻ വേണ്ടി പോയത് പോലും ഇല്ലല്ലോ. നീ കുടിച്ചിട്ട് വണ്ടി ഓടിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും നീ തടയും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ഫ്രണ്ട്സ് പറയാണ് കേട്ടോ. എന്തായാലും നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്റെ വീട്ടില് ആരും എന്നെ വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവരെ കുറിച്ചിട്ട് എനിക്ക് ഓർത്തിട്ട് ഒരു സങ്കടവും ഇല്ല, പക്ഷെ എന്റെ അച്ഛൻ ഇതുവരെ എന്നെ വിശ്വസിച്ചിട്ടിരുന്ന അച്ഛൻ വിശ്വസിച്ചില്ല. അച്ഛൻ എന്റെ നേർക്ക് കൈ ഓങ്ങുക വരെ ചെയ്തു എന്നൊക്കെ വിങ്ങി പൊട്ടി പറയാനുട്ടോ സച്ചി. അതൊന്നും എനിക്കൊരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അച്ഛൻ എന്നെ നോക്കി ആ നോട്ടമുണ്ടല്ലോ, ഇവനൊക്കെ ഒരു മകനാണ്, ഇവനെ ഞാനാണല്ലോ ജനിപ്പിച്ചേ എന്നുള്ള രീതിയിലൊരു നോട്ടമാണ് നോക്കിയത്. സച്ചിയുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. നീ എന്ത് വർത്താനാട്ടോ പറയുന്നത്? ടിവിയിലൊക്കെ വീഡിയോ വന്നില്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതിൽ സംസാരിച്ചു പോയതായിരിക്കും. എന്ത് വേണമെങ്കിലും ആവട്ടെ, വേണമെങ്കിൽ ദൈവം വന്ന് പറയട്ടെ, പക്ഷെ എന്റെ അച്ഛൻ എന്നെ സംശയിക്കാൻ പാടുണ്ടോടാ? പിന്നെ രേവതി, അവളും എന്നെ വിശ്വസിക്കുന്നില്ല. കുടിയന്റെ ഭാര്യ എന്നുള്ള പേര് വന്നു, എന്റെ തലയിലെഴുത്ത് ഇതാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ ആരെ മേലാണോ സ്നേഹം കൂടുതൽ വെച്ചത് അവര് പോലും എന്നെ വിശ്വസിക്കുന്നില്ല. അത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയെന്നൊക്കെ പറഞ്ഞ് സച്ചി കരയാണ് കേട്ടോ. എടാ, എന്റെ അച്ഛൻ ഞാൻ കുടിച്ചിട്ട് ചെല്ലുന്ന സമയത്ത് പോലും എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എടുത്തു വെച്ചിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്നാ ഇപ്പോ ഞാൻ കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പോലും അച്ഛൻ വിശ്വസിക്കുന്നില്ലടാ. ഇതെല്ലാം കേട്ടപ്പോ ശരിക്കും നാട് വിട്ട് പോവാനാ എനിക്ക് തോന്നിയെന്ന് സച്ചി പറയുമ്പോ, നീ എങ്ങോട്ട് പോകുന്ന കാര്യത്തെ കുറിച്ചാടാ പറയുന്നത്? നാട്ടിലെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഓരോന്ന് പറയുന്നില്ലേ, ആ ഒരു ഇതില് പറഞ്ഞതായിരിക്കും. തുടർന്ന് സച്ചിയുടെ മറ്റൊരു ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ, എല്ലാം ആ വീഡിയോ കാരണമാണ്. ആരാടാ ആ വീഡിയോ എടുത്തത്? ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഫോണ് പിടിച്ചോണ്ടല്ലേ, ആരെങ്കിലും എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് ഇട്ടതായിരിക്കും. ആ വീഡിയോ കളയാൻ വേണ്ടി പറ്റില്ലെന്ന് ഒരുത്തൻ ചോദിക്കുമ്പോ അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ പറത്തിൽ ആർക്കും നിർത്താൻ വേണ്ടി പറ്റില്ല. ഇനി വേറെന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറന്ന് അത് ട്രെൻഡിങ്ങിൽ പോകും. അല്ല സഞ്ചി, പതിവായിട്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പോകുന്ന സമയത്ത് ഒരു മെഷീൻ വെച്ചിട്ട് ഊതാൻ വേണ്ടി പറയില്ലേ, അതൊന്നും ചെയ്യിപ്പിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടേണേ സച്ചി. വീഡിയോ കണ്ടുവന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോയതാണ്. എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി ഇറക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ നോക്ക്, ഇതൊക്കെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോകണ്ട, കുടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്കാര് വണ്ടി തരില്ല. അതും ശരിയാണെന്ന് മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. നാളെ നീ ഒന്ന് ചെന്ന് നോക്ക്. അങ്ങനെ സച്ചി ആകെ വിഷമത്തിലാണ് കേട്ടോ. തുടർന്ന് രേവതിയാണെന്നുണ്ടെങ്കിൽ പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. വഴിയിൽ വെച്ചിട്ട് ആന്റണി രേവതിയെ കാണുമ്പോൾ വണ്ടി അവിടെ നിർത്തുന്നുണ്ടേ. എന്താ ചേച്ചി ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആന്റണിയാണെന്ന് മനസ്സിലാവുമ്പോ പ്രത്യേകിച്ച് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഓ, ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കടയാണല്ലേ. എന്തായാലും ചേച്ചിയുടെ ധൈര്യം അപാരാണെന്നുള്ള കാര്യം പറയുന്നുണ്ടേ. ഇത് കേൾക്കുമ്പോ രേവതി ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? ഞാൻ എന്തിനാ ചേച്ചിയുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്? ചേച്ചീനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പാവം ഇങ്ങനെയായില്ലേ. ഇന്ന് നാട്ടിലെല്ലാം ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ചിട്ടാണ് സംസാരം.
ഇന്ന് സച്ചിയല്ലേ ട്രെൻഡിങ്ങിൽ നടക്കുന്നത്, എന്നാ പോലും അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ചേച്ചി പൂക്കെടുക്കാൻ വേണ്ടി പോകുന്നില്ലേ? ശരി, എന്തായാലും കെട്ടിപ്പോയില്ലേ? ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ നോട്ടം കാണുമ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, പൂവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോ നിനക്ക് എന്താ വേണ്ടതെന്ന് രേവതി ചോദിക്കുമ്പോ, എനിക്ക് ഒന്നും വേണ്ട ചേച്ചി, ഞാൻ കുടിയനാണ്, കള്ളനാണ്, എന്റെ കൂടെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിന് അഡ്വൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. ആദ്യം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഭർത്താവിന് അഡ്വൈസ് ചെയ്യേ. വേണ്ട ആന്റണി, സച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും, ചേച്ചി അവരെ കുറിച്ചിട്ട് ഞാൻ ഇനി എന്ത് സംസാരിക്കാനാണ്? നാട്ടുകാര് തന്നെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ചേച്ചിക്ക് ഭയങ്കര അപമാനമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ? കാണുമ്പോ ഭയങ്കര കഷ്ടമാണെന്ന് തോന്നുന്നത്. ടിവിയിൽ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഒരു കുടിയന്റെ എന്ന് പറയുമ്പോഴേക്ക് രേവതി ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഇങ്ങനെ ഒരു ഏട്ടന്റെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ. ചേച്ചിയുടെ തലവിധിയാന്ന് പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും, അറിയാൻ ചേച്ചി അടിക്കുമെന്നല്ലേ? ചേച്ചി എന്നെ അടിച്ചോ, അതൊരു പ്രശ്നേ അല്ല. എന്നാ അതിനു മുമ്പ് ചേച്ചി ചെന്നിട്ട് ചേച്ചിയുടെ ഭർത്താവിന് കുറച്ച് ബുദ്ധി പറഞ്ഞു കൊടുക്ക്. ഇനി കുടിക്കണ്ട, പകല് പ്രത്യേകിച്ചും 12 മണിക്കൊന്നും കുടിക്കേ ചെയ്യരുതെന്ന് പോയി പറഞ്ഞു കൊടുക്ക്. ഇനിയിപ്പോ അങ്ങനെ കുടിച്ചാലും ബോധമില്ലാതെ വണ്ടി ഓടിക്കരുതെന്നും കൂടി പറഞ്ഞേക്ക്. പറയുന്നത് പോലെ മനസ്സിലാകുന്ന രീതിയിൽ ചേച്ചി കുറച്ച് പറഞ്ഞു കൊടുക്ക്. അഡ്വൈസ് എവിടെയാണോ ആവശ്യം അവിടെ പോയി ചെയ്യാനൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും ചേച്ചിക്ക് ടൈം ലേറ്റ് ആവണ്ട. ചേച്ചിയുടെ ഹസ്ബൻഡ് ചെയ്ത പണി കൊണ്ട് കാറും പോയി, എന്തായാലും ലൈസൻസും ഉടനെ തന്നെ കട്ടാക്കും. ഇനിയിപ്പോ ചേച്ചി സമ്പാദിച്ചിട്ട് വേണ്ടി വരുമല്ലോ ജീവിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി പോയിട്ട് ചേച്ചിയുടെ പണി നോക്കിക്കോളൂ, വരട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി കളിയാക്കുന്ന രീതി പറഞ്ഞു പോവാണേ. അത് കഴിഞ്ഞ് രേവതി വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. പൂ വിൽക്കുന്ന ചേച്ചിമാര് ചോദിക്കുന്നുണ്ട്, രേവതി ഇത് ശരിക്കും സച്ചി തന്നെയാണോ? സച്ചി ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല. സച്ചി കുടിക്കുന്നുള്ള കാര്യം അറിയാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ പട്ടാ പകലൊക്കെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് ഇപ്പോ അത് വീഡിയോയിൽ വരുന്ന രീതിയായില്ലേ? ഇത് കേൾക്കുമ്പോൾ വേറൊരു ചേച്ചി പറയുന്നുണ്ടേ, എത്രയോ പേര് കുടിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട്, പക്ഷെ സച്ചിയെ മാത്രം എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. സച്ചി കാർ ഓടിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുടിച്ച് കാർ ഓടിക്കുന്ന കാറിൽ എങ്ങനെയാണ് ആൾക്കാരെ വിശ്വസിച്ച് കയറുക എന്നുള്ള കാര്യമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേവതി, നീയെങ്കിലും സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് കുടിക്കുന്ന ശീലം മാറ്റാൻ വേണ്ടി പറയാണ് കേട്ടോ. ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് ചേച്ചി, പക്ഷെ എന്റെ സംസാരം ഒരിക്കലും കേൾക്കുന്നില്ല. എല്ലാ കാര്യത്തിലും ശരിയായിട്ട് നടക്കുന്ന ആള് ഈ വിഷയത്തിൽ മാത്രം ഒരിക്കലും മാറില്ല എന്ന് വെച്ചാൽ എന്താ ചേച്ചി ചെയ്യുക? എന്നെ കൊണ്ട് മാറ്റാനും പറ്റുന്നുമില്ല എന്ന് കരുതിട്ട് രേവതി അങ്ങനെ തന്നെ വിടാൻ വേണ്ടി പറ്റൂ? ഇപ്പോ നാട്ടിൽ മൊത്തം ഇതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപമാനപ്പെടുന്നത് നീയല്ലേ? നമ്മുടെ നാട്ടില് ഇങ്ങനെ കുടിച്ച് ഭർത്താക്കന്മാര് ചുറ്റുന്ന സമയത്ത് അവരുടെ ഭാര്യമാര് ശരിയല്ല എന്നേ പറയുള്ളൂ. അതേ ചേച്ചി, അത് അവര് മനസ്സിലാക്കണ്ടേ? അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നീ അത് അറിയിച്ചു കൊടുക്കണം. ഈ കുടി കാരണം നിനക്കും കുടുംബത്തിനും ചീത്തപ്പേരായില്ലേ? ചെയ്യുന്ന ജോലിയും ബാധിച്ചു. ഇങ്ങനെ കുടിച്ച് ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരവും അത് പോക്കും. പിന്നെ ഹോസ്പിറ്റൽ ചെലവ് അത് ഇതെന്ന് പറഞ്ഞിട്ട് നീ തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്ന രേവതിയുടെ അടുത്ത് ചേച്ചിമാര് പറയുമ്പോ എനിക്കെല്ലാം അറിയാം ചേച്ചി. ഇപ്പൊ കണ്ടവന്മാരൊക്കെ വന്നിട്ട് എന്നെ കളിയാക്കി സംസാരിച്ചിട്ട് പോകുന്നു, പക്ഷെ സച്ചേട്ടൻ കൂടി വിടുവില്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ചേച്ചി. ശരി ചേച്ചി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും, കുടിക്കുന്ന ശീലം നീയാണ് നിർത്തേണ്ടത് രേവതി. എന്റെ ഭർത്താവും ഇതുപോലെ തന്നെയായിരുന്നു. എപ്പോ നോക്കിയാലും കുടി ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എന്റെ വീട്ടിലേക്ക് ഒരു നാട്ടുവൈദ്യം വന്നിട്ടുണ്ടായിരുന്നു. അയാളാണ് ഒരു ഇല പൊടിച്ച് പൊടിയാക്കിയിട്ട് അത് എന്തെങ്കിലും ജ്യൂസിനകത്ത് കലക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടി വിടും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും അതുപോലെ തന്നെ പൊടിച്ചിട്ട് എന്റെ ഭർത്താവിന് കൊടുത്തു. എന്നിട്ട് എന്താ ചേച്ചി ആയെന്ന് ഭയങ്കര ആകാംക്ഷയോടുകൂടി രേവതി ചോദിക്കുമ്പോ, അത് കുടിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം കുടിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം 2 തവണ കുടിക്കാൻ വേണ്ടി പോയി, പക്ഷെ കുടിച്ചിട്ട് അവർക്ക് ദഹനം വന്നില്ല. എന്നിട്ട് ഫുള്ള് ഛർദിയായിരുന്നു. അങ്ങനെ അവര് അത് നിർത്തി എന്ന് പറയാണേ. ഇപ്പൊ നീ തന്നെ കാണുന്നുണ്ടാവല്ലോ, അദ്ദേഹം നന്നായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോ കുടിക്കാറുമില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇത്രയും നാളായിട്ട് ഇതിനെക്കുറിച്ച് എന്റെ അടുത്ത് പറയാണ്ടിരുന്നത്? അതിന് സച്ചി ഇങ്ങനെ കുടിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് ചേച്ചി പറയാണ് കേട്ടോ. ചേച്ചി എന്തായാലും ഉടനെ തന്നെ ആ മരുന്ന് എനിക്ക് മേടിച്ചിട്ടാ, എങ്ങനെയെങ്കിലും സച്ചിയേട്ടന്റെ കൂടി നിർത്തണം. അത് കുടിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ചൊന്നും ആവില്ല, ചെറിയൊരു തലവേദനയും ഒരു വൊമിറ്റ് ചെയ്യാനുള്ളത് പോലെയൊക്കെ ഉണ്ടാകും, പക്ഷെ പിന്നെ ഒരിക്കലും കുടിക്കണം എന്നുള്ളൊരു ചിന്ത വരില്ല എന്ന് പറയണേ. എന്തായാലും രേവതി നീ വാ, ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് ആയുർവേദ കടയിൽ പോയിട്ട് ആ മരുന്ന് മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചേച്ചി. ചേച്ചിയുടെ കയ്യിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ടാണ് രേവതി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അടുക്കളയിൽ പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആരും കാണാതെ ആ ജ്യൂസിനകത്ത് പൊടി കലക്കി വെക്കുവാണ് കേട്ടോ നമ്മുടെ രേവതി. കലക്കിക്കൊണ്ടിരിക്കുമ്പോ രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇത് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും സച്ചേട്ടന് കുടിക്കാനുള്ള മനസ്സുണ്ടാവരുതേ എന്നുള്ള കാര്യത്തെ കുറിച്ച് കലക്കി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് രേവതിയുടെ ഫോണിലേക്ക് രവി വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴേക്ക് വരാൻ വേണ്ടി പറയുമ്പോ ആ
ജ്യൂസ് അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ആ പൊടി എടുത്തിട്ട് ഷെൽഫിനകത്തേക്ക് വെച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി പോകുന്നുട്ടോ രേവതി. പുറത്ത് ചെന്ന് നോക്കുന്നുണ്ട്. എന്താ അച്ഛാ വിളിച്ചെന്നുള്ള കാര്യം ചോദിച്ചു. യൂണിയൻ ഓഫീസിൽ രവിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ മകളുടെ നിശ്ചയം നടക്കുന്നുണ്ട്. അതിന് 50 മുളം പൂവും പിന്നെ 2 മാലയും വേണമെന്നുള്ള കാര്യം പറഞ്ഞു. രേവതി കട വെച്ചതിനെ കുറിച്ചിട്ട് അവരറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് ഇത് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓർഡർ പിടിച്ചതിന് എനിക്ക് കമ്മീഷൻ ഇല്ലേ എന്നുള്ള കാര്യം രവി ചുമ്മാ ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അച്ഛ ഈ മൊത്തം പോണ അച്ഛൻ തന്നെ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചതാണ് രേവതി, എനിക്ക് എന്തിനാ പണം? എന്തായാലും നിന്റെ കടയുടെ പേര് വളർന്നിട്ടുണ്ട്. നമ്മളെ ഇവിടുത്തെ കട എടുത്തോണ്ട് പോയപ്പോ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമായിരുന്നു. അതോടുകൂടി തളരാതെ വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പൂ കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് അഭിമാനമായി തോന്നുന്നുണ്ടെന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കട ഉണ്ടല്ലോ, സച്ചി പറഞ്ഞതുപോലെ തന്നെ കടലായിട്ട് മാറണം. സച്ചി വന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സച്ചി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവര് കണ്ടിട്ടില്ല സച്ചി വന്നത്. ഇല്ല അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് സച്ചി. ഏട്ടൻ അവൻ എന്തായാലും കുറച്ച് വിഷമിക്കട്ടെ, അങ്ങനെയെങ്കിലും അവൻ മാറുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്ന് പറയണേ രവി. നീ പോയിട്ട് നിന്റെ ജോലി നോക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് രവി അങ്ങോട്ട് ഇറങ്ങാണ്. അപ്പോഴേക്ക് സച്ചി അച്ഛ എന്ന് വിളിച്ചിട്ട് കയറി വരുന്നുണ്ടെങ്കിലും അച്ഛൻ മൈൻഡ് ചെയ്യാണ്ട് അങ്ങ് പോവാണേ. അച്ഛൻ പോകുന്നത് കാണുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിയെ അന്വേഷിച്ചിട്ട് അടുക്കളയിലേക്ക് നമ്മുടെ ചന്ദ്രമതി വരികയാണ് കേട്ടോ. രേവതി എന്ന് വിളിച്ചും കൊണ്ട് അവിടെ കാണാതെ ആകുമ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ജ്യൂസ് അവിടെ കലക്കി വെച്ചത് കാണുന്നത്. ഇതെന്താണോ അവള് ജ്യൂസ് ഉണ്ടാക്കി വെച്ചത്? ഞാൻ അവളടുത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ. ഓ സച്ചിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കും. അല്ലെങ്കിലും അവൻ ജ്യൂസ് ആണോ കഴിക്കുക? അവന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മൊത്തം അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. സച്ചി ഉള്ളിലേക്ക് കയറിയിട്ട് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. രേവതി ഒന്ന് പറ എന്ന് പറയുമ്പോൾ എന്ത് പറയാനാ നിങ്ങൾ പറയുന്നത്? അച്ഛൻ്റെ അടുത്ത് രാവിലെ ഞാൻ സംസാരിക്കാൻ പോയപ്പോ അച്ഛൻ സംസാരിക്കാതെ പോയി മുഖം തിരിച്ച്. പിന്നെ അച്ഛന് ദേഷ്യം ഉണ്ടാവില്ല എന്ന് രേവതി ചോദിക്കുമ്പോ ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആരും എന്താ വിശ്വസിക്കാത്തത്? അച്ഛനും സംസാരിക്കാണ്ട് നടക്കുന്നു, അതാണ് എനിക്ക് വിഷമാവുന്നത്. എന്നാൽ ഞാൻ വരുന്ന സമയത്ത് സച്ചിയെ കുറിച്ച് എന്തോ പറയുന്നത് ഞാൻ കേട്ടു. അച്ഛൻ എന്താ രേവതി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഓ അതാണോ, അച്ഛൻ ഓറഞ്ച് മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കണ്ട സാധനങ്ങളൊന്നും കുടിക്കാതെ ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പറഞ്ഞു അച്ഛൻ എന്ന് പറയാണേ. സച്ചിയെ കൊണ്ട് എങ്ങനെങ്കിലും ആ ജ്യൂസ് കുടിപ്പിക്കണല്ലോ, അതിനുള്ള ഐഡിയ ഇറക്കിയതാണ് കേട്ടോ രേവതി. എന്നാ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓ അച്ഛൻ അങ്ങനെ പറഞ്ഞോ, കണ്ടില്ലേ അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും അച്ഛന്റെ മനസ്സിൽ സ്നേഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ ശരിക്കും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങക്ക് കൊണ്ടുതരണോ വേണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ അച്ഛൻ മേടിച്ചു തന്നല്ലേ, നീ എടുത്തിട്ട് ഞാൻ മുഖം കഴുകിയിട്ട് വരാം എന്ന് പറയാണേ. അങ്ങനെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് രേവതി അടുക്കളയിലേക്ക് പോവാണ്. ചെന്ന് നോക്കുമ്പോണ്ട് ആ ജ്യൂസ് മൊത്തം കുടിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ. അമ്മേ ആ ജ്യൂസ് എന്നുള്ള കാര്യം രേവതി പറയുമ്പോ അറിയാടി, സച്ചിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതല്ലേ, ഇത് കൊണ്ടുപോയി കൊടുത്താ അവൻ കുടിക്കുവോ? അല്ല അമ്മേ, അതില് ഞാൻ സച്ചിയേട്ടന് വേണ്ടിട്ട് കുറച്ചെന്നൊക്കെ പറയുന്നുണ്ടേ. അവന് വേണ്ടിയിട്ട് വെള്ളം പോലും ഒഴിക്കാതെ നീ 5 ഓറഞ്ച് ഇട്ടിട്ടല്ലേ ജ്യൂസ് ഉണ്ടാക്കിയത്? അറിയാടി, അവൻ വെള്ളം ചേർക്കാതെ മുഴു ബോട്ടിൽ കുടിക്കും. അത് ആ വീഡിയോയിൽ കണ്ടല്ലോ. അവനാണ് നീ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒന്ന് ബോഡി എവിടുന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് പോവാണ്. ജ്യൂസൊക്കെ കുടിച്ച് നല്ല ആസ്വദിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതി ചിന്തിക്കുന്നുണ്ട്, അയ്യോ മരുന്നിട്ടിട്ടുള്ള ജ്യൂസ് സച്ചിയേട്ടന് കലക്കി വെച്ചത് അമ്മ കുടിച്ചല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടിയിലാണ് കേട്ടോ. ഇപ്പൊ പോയി പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ എന്നെ ചീത്ത വിളിക്കും. ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് കലർത്തി വെച്ചതാന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. എന്തായാലും മരുന്ന് മേടിച്ചതെന്ന് ചേച്ചിയെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി അവരെ വിളിക്കാണ് കേട്ടോ. ആ ചേച്ചിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അവസാനം രേവതി അവിടുന്ന് പേടിച്ചെടുത്തിട്ട് പോകുന്നുണ്ടേ. രേവതി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് മഹേഷിനെ കാണുന്നുണ്ട് കേട്ടോ. മഹേഷ് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഇതുവഴി പോകുന്നത് എന്നുള്ള കാര്യം. ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോവാണ്, നിങ്ങളുടെ ഫ്രണ്ട് ചെയ്തു വെച്ച പണി കാരണം ഞാനാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കാന്ന് അറിയില്ല. എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മഹേഷ് പറയുമ്പോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവാനാണ്, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചല്ലേ ഇരുന്ന് വെള്ളമടിക്കുന്നത്. വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്ത് ചിന്തയാ ഉള്ളത്? നിങ്ങളുടെ ഫ്രണ്ടല്ലേ അവര്. മഹേഷ് ചേട്ടനെങ്കിലും ഒന്ന് അഡ്വൈസ് ചെയ്തൂടെ സച്ചേട്ടനെ? ഇപ്പൊ സച്ചേട്ടന്റെ പേരും പോയി കാറും പോയി. രേവതി നിന്റെ ദേഷ്യം ന്യായമായത് തന്നെയാണ്, പക്ഷെ സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളും ചുമ്മാ അത് തന്നെ പറയല്ലേ മഹേഷ് ചേട്ടാ. അവര് കുടിച്ച വീഡിയോ അല്ലേ ഉള്ളത്, അതിൽ സച്ചി കുടിച്ച പോലെ എവിടെയുള്ളതെന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുന്നുണ്ട്. പിന്നെ ബാറിൽ എന്തിനാ പോയത്? അവൻ ട്രിപ്പിന് പോയതാണ്. അന്ന് നിങ്ങള് മാല കെട്ടിക്കൊടുത്ത ആ സ്ഥാനാർത്ഥിയില്ലേ, അവര് വിളിച്ചിട്ടാണ് അവൻ പോയത്. അവരെ ഇറക്കി വിട്ടിട്ട് സച്ചി ഉടനെ തന്നെ വരികയും ചെയ്തു, അല്ലാതെ സച്ചി കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുന്നു. സച്ചി കുടിക്കുന്ന ശീലമുള്ള ആള് തന്നെയാണ്, പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇന്നേ വരെ അവൻ കുടിച്ചിട്ടില്ല. ചെയ്യുന്ന തൊഴില് ദൈവത്തിന് തുല്യം കാണുന്നവനാണ് അവൻ. ട്രിപ്പുള്ള സമയത്ത് ഒരിക്കലും അവൻ കുടിക്കില്ല. അതും
ഉച്ചയ്ക്ക് 12 മണി ആ സമയത്തൊക്കെ അവൻ ട്രിപ്പിന് പോകുന്നതാണ്. ഒരിക്കലും അവൻ കുടിക്കില്ല. അല്ല മഹേഷേട്ടാ, ആ വീഡിയോയിൽ കുടിച്ച പോലെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അത് ആര് ചെയ്ത പണിയാന്നുള്ള കാര്യം അറിയില്ല രേവതി. ആരോ ശരിക്കും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ട പോലെയാ തോന്നിയത്. സച്ചിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെയും സച്ചിയുടെയും കല്യാണത്തിന് ശേഷം അവൻ കൂടുതലായിട്ട് കുടിച്ചിട്ടേ ഇല്ല. അവൻ ഒരുപാട് മാറിയിട്ടുണ്ട്. എപ്പൊ നോക്കിയാലും രേവതിയെ കുറിച്ച് മാത്രമാണ് അവൻ പറയാറ്. നീ മേടിച്ചു കൊടുത്ത കാറാന്ന് പറഞ്ഞ് എപ്പോഴും അഭിമാനത്തോട് കൂടിയിട്ടാണ് സച്ചി സംസാരിക്കാറ്. മറ്റാരും അവനെ വിശ്വസിക്കാത്തത് അവൻ വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ അവന്റെ അച്ഛനും വിശ്വസിച്ചില്ല, നീയും അവനെ വിശ്വസിച്ചില്ല. അതാണ് സച്ചിയുടെ മനസ്സ് ഉടഞ്ഞു പോയത്. ഇതെല്ലാം കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് എന്താ വിശ്വസിക്കേണ്ടെന്നുള്ള കാര്യം അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല, ഏതാ സത്യം ഏതാ കള്ളെന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഇപ്പോ വേറൊരു പ്രശ്നത്തിലാണുള്ളത്. ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണേ. തുടർന്ന് നമ്മുടെ സച്ചി ആണെങ്കിൽ മുഖമൊക്കെ കഴുകിയിട്ട് രേവതിയെ കാണുന്നില്ല. കിച്ചണിൽ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് പോയ ആളല്ലേ, ആളെ കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ അസ്വസ്ഥത തുടങ്ങി കേട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഭാമയും വരുന്നുണ്ട് കേട്ടോ. ഭാമ വന്ന ഉടനെ തന്നെ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഒരു കാര്യം ചെയ്യ്, യൂട്യൂബിൽ ഒരു ചാനൽ അങ്ങ് തുടങ്ങിക്കോ. എന്തിനെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ, അല്ല മാസം മാസം നിന്റെ വീട്ടിൽ ഓരോ കണ്ടന്റ് ഉണ്ടല്ലോ, അതും സച്ചി ചെയ്ത പണിയുണ്ടല്ലോ, ഇപ്പൊ ട്രെൻഡിങ്ങിലാണ്. ചാനൽ ആരംഭിച്ചിട്ട് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് സമ്പാദിക്കാം. നീ എന്തിനാ എന്റെ വയറ്റരിച്ചിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓൾറെഡി എനിക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് എന്തെല്ലാം കാര്യം ചോദിച്ചെന്നറിയോ? നാണക്കേട് കൊണ്ട് ഞാൻ തല കുനിച്ചു പോയി. ഇനി അവരെങ്ങനെ എന്നെ ബഹുമാനിക്കുക? ഇതിനു മുമ്പ് നിനക്കല്ലെങ്കിൽ അവര് ഭയങ്കര മര്യാദയാണല്ലോ തന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ സച്ചി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ഭാമ പറയുന്നു. അപ്പോഴേക്കും ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വയറുവേദന, ചിലപ്പം വയറ്റില് ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് ചൂടുവെള്ളം കുടിച്ചാൽ മാറിക്കോളും എന്നുള്ള കാര്യം പറയുമ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ബാത്റൂമിലേക്ക് ഓടുവാണേ. ഇത് കാണുമ്പോൾ ഭാമ വിചാരിക്കുന്നുണ്ട് ഇവക്ക് ഇപ്പൊ എന്താ പറ്റിയത്. അങ്ങനെ ഒരു പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് ഭാമയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ ചന്ദ്ര പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നിക്ക് 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 പറഞ്ഞിട്ട് വീണ്ടും ബാത്റൂമിലേക്ക് പോവാണ്. അങ്ങനെ ചന്ദ്രമതി ഒരു 10 തവണയെങ്കിലും ബാത്റൂം പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആകെ ക്ഷീണിച്ച് അവശതയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി പിന്നെയും പോവുകയാണേ. അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ മോശം പോയി 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 ക്ഷീണിച്ച് അവശതയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. അപ്പോഴാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നിന്റെ അമ്മ വളഞ്ഞുകുത്തി നിൽക്കുന്നത്? എന്ത് പറ്റി ചന്ദ്രേ? അത് എന്ന് പറയുമ്പോഴേക്ക് പിന്നെയും പോവാണ് ബാത്റൂമിലേക്ക്. എന്താടാ ഒന്നും പറയാതെ നിന്റെ അമ്മ ഓടുന്നതെന്നുള്ള കാര്യം സുധീരുടെ അടുത്ത് ചോദിക്കുമ്പോ, ഞാൻ വന്നത് മുതൽ അമ്മ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അച്ഛാ. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, രവിയേട്ട അവളുടെ വയറിന് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. ഒരുപാട് നേരമായിട്ട് അവള് പുറത്തേക്ക് ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത്ര ആകെ അവശയായിട്ട് അങ്ങ് ബെഡിൽ കിടക്കുവാണ് കേട്ടോ ഭാമയെന്ന് വിളിച്ചും കൊണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഓടി ചെല്ലുന്നുണ്ട്. രാവിലെ മുതലേ ഇവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയെന്നുള്ള കാര്യം രവി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശബ്ദം കേട്ടിട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അവൾക്ക് എന്തോ വയറിന് സുഖമില്ലാന്ന് തോന്നുന്നു, 10-15 പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ട് വന്നാന്ന് പറയാണ് കേട്ടോ. സച്ചി തൊട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര ചൂടുമുണ്ട്. ആള് അങ്ങ് ക്ഷീണിതയായിട്ട് കിടക്കുവാണേ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുപോകാനാ ഈ അവസ്ഥയില് എന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്, ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് അരികെ ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, സച്ചിയേട്ടന് കലക്കി വെച്ചത് എന്റെ അമ്മായിമ്മ അറിയാതെ എടുത്ത് കുടിച്ചു എന്നുള്ള കാര്യം. അയ്യോ, മദ്യപിക്കുന്ന ആൾക്കാർ കുടിച്ചു കഴിഞ്ഞാല് മദ്യം കുടിക്കാൻ വേണ്ടി തോന്നില്ല, അത് എതിർഫലം ചെയ്യും. കുടിക്കാത്ത ആൾക്കാർ കുടിച്ചാല് ഛർദിയും വയറ്റുനോക്കും ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ. നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ ശരിയാകും. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ഓക്കെ ആകും. നീ പേടിക്കുന്നത് പോലെ ഒരു ശരീരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണേ. എന്താ ഇപ്പൊ സംഭവിച്ചെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ പറയാന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ചേച്ചി ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. അങ്ങനെ രേവതി അവിടുന്ന് പോരാണ്. അതേസമയം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വന്നിട്ട് ചന്ദ്രമതിയെ നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവര് ഫുഡ് കഴിച്ചാൽ എന്തോ പിടിക്കാത്തതാണ്, ചിലപ്പോൾ ഫുഡ് പോയ്സൺ ആകാം, അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് കഞ്ഞി മാത്രം കൊടുത്താൽ മതി, എരിവുള്ളതായിട്ടുള്ള ഒന്നും കൊടുക്കണ്ട എന്ന് പറയാൻ കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ മെഡിസിനും എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് ഡോക്ടർ പോവാണ്. പോയി കഴിഞ്ഞ ശേഷം രവി പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, നിനക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഇങ്ങനെ ഇരുത്തുവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ്